അപ്പോൾ 2020 ലോകകപ്പിൽ ഇന്ത്യൻ ടീം ഏറ്റവും ദുർബലമായ ഒരു ടീമാണ് എന്നുള്ള കാര്യങ്ങൾ കുറച്ച് നാളായിട്ട് കളി തുടങ്ങിയ കാലം തൊട്ട് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെ അത് തീർത്തും ഇന്നലെ കൊണ്ടത് വെളിവായി. ഇന്ത്യയുടെ എല്ലാ മേഖലകളിലും ഇപ്പോൾ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒഴിച്ച് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ത്യയുടെ ടോപ്പ് 2 വാലറ്റം വരെ വളരെ ദുർബലമാണെന്ന് ഇന്നലെ നമുക്ക് മനസ്സിലാക്കുക. അത് ഈ ടീം സെലക്ഷൻ എന്ന് പറഞ്ഞാൽ പാളിപ്പോയി. പണ്ട് നമ്മൾ കുറച്ച് കാലം മുമ്പൊക്കെ വരെ ടീം എടുക്കുമ്പോൾ എപ്പോഴും ഒരു ബാറ്റ്സ്മാൻമാർക്കാണ് എപ്പോഴും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ടീമിൽ കൊടുക്കുന്നത്. എപ്പോഴും T20 ആയാലും വൺഡേ ആയാലും ടെസ്റ്റ് ടീം ആയാലും. ഒരുപക്ഷെ ടെസ്റ്റ് ടീമിലാണെങ്കിൽ 5 സ്പെഷ്യലിസ്റ്റ്, അതായത് നല്ല ടെക്നിക്കലി ഫിറ്റായ ബാറ്റ്സ്മാൻമാർ മസ്റ്റാണ് ഈ ടെസ്റ്റ് ടീമിൽ. ഇപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷേ ഏകദിനത്തിൽ വരുമ്പോൾ അതൊരു 4 പേര് വരെ ടെക്നിക്കലി ഫിറ്റായിരിക്കണം. ഏത് ബോളുകളെയും നന്നായിട്ട് പ്രതിരോധിക്കാനും അല്ലെങ്കിൽ എല്ലാ തലത്തിലേക്കും ഷോട്ട് ഒക്കെ കളിക്കാൻ പറ്റുന്ന വളരെ ടെക്നിക്കലി ഫിറ്റായ ബാറ്റ്സ്മാൻമാർ ഉണ്ടാവും ഏകദിനത്തിൽ. ഇത് T20യുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഒരു ടീമിൽ കുറഞ്ഞതൊരു 2 ടെക്നിക്കലി പെർഫെക്റ്റ് ബാറ്റ്സ്മാൻമാർ ഒരു അനിവാര്യതയാണ്. പക്ഷേ ഇന്നലെ കളിച്ച ടീമിലൊന്നും ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബാറ്റ്സ്മാൻ നമ്മളെ ടീമിലില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് പറയുമ്പം എതിർ ടീമുകളുടെ ബോളർമാർ നമ്മളെ മേലെ സമ്മർദ്ദം ചെലുത്തിയാൽ നമ്മൾ ആ സമ്മർദ്ദത്തിനൊപ്പം വിക്കറ്റുകൾ വലിച്ചെറിയും. നമ്മളെ ഒരു എൻഡ് കീപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ബാറ്റ്സ്മാൻ വരുമ്പോൾ കോൺഫിഡൻസ് കൊടുത്ത് അദ്ദേഹത്തെ കളിപ്പിച്ച് മുന്നോട്ട് പോകാനോ പറ്റുന്ന ഒരു താരമില്ലാതായിപ്പോവും. ഇതാണ് ഈ T20 ടീമിൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇത് കുറേ അടിച്ചു തകർക്കുന്ന ബാറ്റ്സ്മാൻമാരുടെ ടീം മാത്രമാണ്. അടിച്ചാൽ അടിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. അല്ലാതെ ടീമിനെ ആങ്കർ ചെയ്ത് ആങ്കർ റോളിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ഈ ടീമിൽ ഇല്ല. ഈ ടീമിലെന്നല്ല, ഈ 14 പേര് പോലും ഇല്ല. ഇപ്പോൾ തന്നെ ശ്രേയസ് അയ്യറിനെ പോലുള്ള പ്ലെയേഴ്സ് ഉണ്ട്, യശസ്വി ജയ്സ്വാളിനെ പോലുള്ള പ്ലെയേഴ്സ് ഉണ്ട്, ഋത്വിരാജ് ഗെയ്ക്വാദിനെ പോലുള്ള പ്ലെയേഴ്സ് ഉണ്ട്. ഇവരെ ഒന്നും ഈ ടീമിൽ പരിഗണിച്ചില്ല. KL രാഹുൽ, എന്തുകൊണ്ടാണ് KL രാഹുൽ ഈ ടീമിൽ ഇല്ല എന്നുള്ളത് അത്ഭുതമാണ്. അത് മാത്രമല്ല, ഒരു കാലത്ത് ഇന്ത്യക്ക് ഇല്ലാതിരുന്ന ഒരു ബാറ്റ്സ്മാൻമാരായിരുന്നു ഇടങ്കയ്യൻ ബാറ്റ്സ്മാൻമാർ. ഒരു കാലത്ത് ഇന്ത്യയിൽ ഇല്ല. അന്ന് W വി രാമനെ പോലെ നമ്മൾ വല്ലപ്പോഴും ദിനേശ് മോംഗിയ, ഇങ്ങനെ വിനോദ് കാംബ്ലി, ഇങ്ങനെ കുറച്ച് പേര്. അത് ഒരു ഇന്ത്യൻ ടീം കളിക്കുമ്പോൾ ഏതാണ്ട് അന്ന് 10 പേരും റൈറ്റ് ഹാൻഡേഴ്സും ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്റ്സ്മാൻമാരൊക്കെ അന്നുണ്ടായത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടീം എടുത്ത് നോക്കിയാൽ ലെഫ്റ്റ് ഹാൻഡേഴ്സാണ് മുഴുവൻ, ടോപ്പ് ഓർഡറിൽ മുഴുവൻ ലെഫ്റ്റ് ഹാൻഡേഴ്സ് അവളെ. ആകെ ഇപ്പോൾ ഉള്ളത് സൂര്യകുമാർ യാദവ് മാത്രമാണ് റൈറ്റ് ഹാൻഡറായിട്ട്. പിന്നെ ഹാർദിക് പാണ്ഡ്യ ഉണ്ട്. പക്ഷേ ഹാർദിക് പാണ്ഡ്യ ഓൾറൗണ്ടറാണ്. ടെക്നിക്കലി പെർഫെക്റ്റഡ് ആയിട്ടുള്ള റൈറ്റ് ഹാൻഡേഴ്സും ഇല്ല. ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സ് എല്ലാം അടിവീരന്മാരാണ്. ഇവർക്കാർക്കും നല്ല ഒരു ക്രിക്കറ്റിംഗ് ഷോട്ട് കളിക്കുന്നതായിട്ട് രമേശിന് തോന്നിയിട്ടുണ്ടോ? ഇവർ നല്ല ക്രിക്കറ്റിംഗ് ഷോട്ട് കളിക്കുന്നതായിട്ട് തോന്നുന്നു. അതായത് ഇപ്പോൾ W വി രാമൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്ലാസിക്കൽ ബാറ്റ്സ്മാൻമാരാണ്. ലെഫ്റ്റ് ഹാൻഡായിരുന്നു. മുഹമ്മദ് അസറുദ്ദീൻ്റെ ലെവലിലും VVS ലക്ഷ്മണൻ്റെയൊക്കെ ലെവലിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു താരം തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു ഇടങ്കയം ബാറ്റ്സ്മാൻ ആയതുകൊണ്ട് മാത്രമാണ് പുള്ളിക്ക് അങ്ങ് ശോഭിക്കാൻ പറ്റാതിരുന്നത്. ഇപ്പോൾ വിനോദ് കാംബ്ലിയുടെ കാര്യം എടുത്താൽ, വിനോദ് കാംബ്ലി എന്ന് പറഞ്ഞാൽ വിനോദ് കാംബ്ലിയുടെ കവർ ഡ്രൈവുകൾ, സ്ക്വയർ കട്ടുകളെന്നൊക്കെ പറഞ്ഞാൽ ഗാംഗുലിക്കോളമായിരുന്നു, ഗാംഗുലിക്കൊപ്പമായിരുന്നു. റോബിൻ സിംഗ് ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ അവരൊക്കെ ശരിക്കും ടെക്നിക്കലി പെർഫെക്റ്റ് ആയിരുന്നു ആൾക്കാർ. നന്നായിട്ട് കളിക്കും. ഗാംഗുലിയൊക്കെ ഒരു ബോൾ ഡ്രൈവ് ചെയ്താൽ ഷുവറാണ്. ആ ഗ്രൗണ്ടിൽ കൂടി ഇങ്ങനെ പോകുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുകയാണ് ബാറ്റ്സ്മാൻമാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ അവരങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ബാറ്റ്സ്മാൻമാരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ T20 കളിക്കുക, IPL കളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ടെക്നിക്കലി അവർ ടെക്നിക്കലി കളിക്കുന്നില്ല, അടിച്ച് കളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റൈറ്റ്, പ്രത്യേകിച്ച് ലെഫ്റ്റ് ഹാൻഡേഴ്സിന് വലിയ സാധ്യത, മറ്റേ ബോളേഴ്സിൻ്റെ കോൺഫിഡൻസ് കളയിക്കാൻ വേണ്ടി ചെറിയ ഫോർമാറ്റിൽ ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ ഉപയോഗിക്കുന്ന ഒരു ശീലം വന്നപ്പോഴാണ് ഈ കൂടുതൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഇങ്ങനെ വരാൻ തുടങ്ങിയത്. സമീപ ഭാവിയിലെ ഏറ്റവും മോശം 11 ഇപ്പോൾ ഈ വേൾഡ് കപ്പ് കളിക്കുന്നത്. നമുക്കതറിയാം. ഫസ്റ്റ് കളി USA ആയിട്ടായിരുന്നു. USA ശരാശരി ബൗളിംഗ് ആയിരുന്നു. 1-2 ബൗളേഴ്സ് മാത്രമായിരുന്നു നല്ല ബൗളേഴ്സായിട്ടുണ്ടായിരുന്നു. മിക്കവരും ഇന്ത്യക്കാരാണ്. അവിടെ പോലും നമ്മൾ 75-5 എന്നൊക്കെയുള്ള നിലയിലേക്ക് തകർന്നു പോയി. എന്ന് സൂര്യകുമാർ യാദവ് ഒരു വലിയ ബിഗ് ഇന്നിങ്സ് കളിച്ചിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ആദ്യ കളിയിൽ തന്നെ തോറ്റു പോകുമായിരുന്നു. അതുപോലെ അവർക്കൊരു നല്ല ബാറ്റ്സ്മാൻ നന്നായിട്ട് നിന്ന് അടിക്കുന്ന ഒരാളുണ്ടായിരുന്നെങ്കിലും ആ കളിയും ഇന്ത്യ തോറ്റു പോകേണ്ടതാണ്. പിന്നീട് ഇങ്ങോട്ട് വന്ന കളിയിൽ നമ്മളെക്കാൾ മോശം ടീമായിരുന്നു പാകിസ്ഥാൻ. വളരെ മോശം, നമ്മളെക്കാൾ വളരെയധികം മോശം ടീമായിരുന്നു പാകിസ്ഥാൻ. അതുകൊണ്ട് മാത്രമാണ് പാകിസ്ഥാൻ്റെ അടുത്ത് ജയിക്കാൻ പറഞ്ഞത്. അവർക്ക് ഈ പറഞ്ഞ പോലെ ബാറ്റ്സ്മാൻമാരാരുമില്ല. അവരുടെ ടോപ്പ് ഓർഡറിലും നല്ല ബാറ്റ്സ്മാൻമാർ, ഫോമിലുള്ള ഒരു ബാറ്റ്സ്മാൻമാർ പോലും ഇല്ല. അതാണ് അവർക്ക് പറ്റിയ തട്ടുകേട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ അവർക്ക് വെല്ലുവിളിക്കാൻ പറ്റിയില്ല ഒരു മേഖലയിലും. അവിടെയാണ് അത് സംഭവിച്ചത്. അതായത് ലോകത്തിലെ ഏറ്റവും നല്ല ബാറ്റ്സ്മാൻമാരുള്ളത് ഇപ്പോൾ ഇന്ത്യയിലാണ്. പക്ഷേ ഇന്ത്യ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, പണ്ട്
ഒരു സെലക്ഷൻ കമ്മിറ്റി ടീമിനെ എടുത്തു കൊടുക്കും. ഈ ടീമിനെ വെച്ചിട്ട് കോച്ച് പരിശീലിപ്പിക്കും. ഗ്രൗണ്ടിൽ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ക്യാപ്റ്റനായിരിക്കും. ഇപ്പം നമ്മൾ എടുത്താൽ കപിൽ ദേവ്, നമ്മൾ 83 വേൾഡ് കപ്പ് കപിൽ ദേവ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ്റെ ഒരു അപ്രമാദിത്യമാണ് നമ്മളവിടെ കണ്ടത്. പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റിനൊരു ഉയർച്ച ഉണ്ടായത് എപ്പോഴും സൗരവ് ഗാംഗുലി എന്ന് പറയുന്ന ക്യാപ്റ്റൻ വന്നതിന് ശേഷമാണ്. ഈ സൗരവ് ഗാംഗുലി എന്ന ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ എടുക്കുന്ന തീരുമാനമെല്ലാം ഗാംഗുലിയുടേതായിരിക്കും. അതേപോലെ പിന്നെ ധോണി. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കോച്ചാണ് തീരുമാനിക്കുന്നത് എന്താണ്, അതായത് ടീം എങ്ങനെ വേണം. സെലക്ഷൻ കമ്മിറ്റിയിൽ പോലും കോച്ച് ചോദിക്കുന്ന ടീമിനെ കിട്ടിയില്ലെങ്കിൽ കോച്ച് പിണങ്ങി പോകും. കോച്ചിന് ഇഷ്ടമുള്ള പ്ലെയേഴ്സ് മാത്രമാണ് ടീമിൽ വരുന്നത്. ഇങ്ങനെ വരുമ്പം കോച്ചിന്, അല്ലെങ്കിൽ ഇപ്പോൾ സൗരവ് ഗാംഗുലിയെ പറ്റി നമ്മൾ എപ്പോഴും പറയും, സൗരവ് ഗാംഗുലി വീരേന്ദ്ര സെഹ്വാഗിന് വേണ്ടി ഓപ്പണിംഗ് സ്ഥാനം വിട്ടുകൊടുത്ത് സെഹ്വാഗിനെ ഓപ്പണറാക്കി ഇന്ത്യയെ വലിയ നിലയിലെത്തിച്ചാൽ. അങ്ങനെ ഒരു വിട്ടുവീഴ്ച മനോഭാവം അല്ല ഇപ്പോഴത്തെ കോച്ചൊക്കെ കാണിക്കുന്നത്. അവരുടെ താല്പര്യങ്ങൾ മാത്രമാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ ടീം വരുമ്പോൾ തന്നെ അവരുടെ ടീമാണ് ഇന്ത്യൻ ടീമായി മാറുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ ആദ്യത്തെ കളികളൊക്കെ നോക്കുകയാണെങ്കിൽ അറിയാം, അഭിഷേക് ശർമ്മ കംപ്ലീറ്റ് ഫ്ലോപ്പ്, തിലക് വർമ്മ എന്ന് പറയുന്ന ആളുടെ ഒരു നിഴല് മാത്രമാണ് ഉള്ളത്. പിന്നെ ഈ പറയുന്ന റിങ്കു സിംഗ് ഒക്കെ എങ്ങനെ ഈ മിഡിൽ ഓർഡറിൽ കിടക്കുന്നു. ഈ ടീമിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് ഫോം ഔട്ട് ആയാൽ, പകരം കളിപ്പിക്കാൻ ഫോം ഔട്ട് ആയ സഞ്ജു സാംസൺ മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ശ്രേയസ് അയ്യർ, പുറത്തിരിക്കുന്ന ഋതുരാജ് ഗെയ്ക്വാദ് ഉണ്ട്. യശസ്വി ജയ്സ്വാളിനെ എന്തുകൊണ്ട് കളിപ്പിക്കുന്നില്ല എന്നുള്ളത് അത്ഭുതമാണ്. എന്തുകൊണ്ട് ഈ ടീമിൽ യശസ്വി ജയ്സ്വാൾ വരുന്നില്ല എന്നുള്ളത് ഇതാണ്. നമ്മൾ ആ ടീമിന്റെ കോമ്പസിഷൻ എടുത്താൽ 5 ബാറ്റ്സ്മാൻമാരേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓൾറൗണ്ടേഴ്സും ബോളേഴ്സും ആണ്. എന്തുകൊണ്ട് ഇത് ഒരു 8 ബാറ്റ്സ്മാൻമാർ ഈ ടീമിൽ വരുന്നില്ല? പക്ഷേ ഇത് റൊട്ടേറ്റ് ചെയ്യാമായിരുന്നു. കാരണം ഇപ്പോൾ 2 കളിയിൽ അടുപ്പിച്ചല്ലേ 3 കളിയിൽ അഭിഷേക് ശർമ്മ പോകുന്നു. അത് ഗ്രൂപ്പ് സ്റ്റേജിലാണെന്ന് വിചാരിക്കും. ഈ ഒരു കളിയിൽ ഇവർ ഈ ആദ്യത്തെ 4 കളി എന്ന് പറയുന്നത് 3 കളിയും കുഞ്ഞൻ രാജ്യങ്ങളുമായിട്ടാണ് കളിച്ചത്. ഇവർക്ക് കളിക്കാരെ കൃത്യമായിട്ട് റൊട്ടേറ്റ് ചെയ്തിരുന്നെങ്കിൽ എല്ലാവർക്കും ആ ഫോം എത്താനുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം നമീബിയക്കെതിരെ മാത്രമാണ് നമുക്ക് സഞ്ജു സാംസനെ ഇറങ്ങിയത്. അത് മാത്രമല്ല, പരിശീലന മത്സരം നടന്നപ്പോഴേ നമ്മൾ ബെഞ്ച് സ്ട്രെങ്തിന് കൊടുത്ത് അവർക്ക് കോൺഫിഡൻസ് കൊണ്ടുവരണമായിരുന്നു. അതെ, പകരം അപ്പം പോലും ഫുള്ള് ഫസ്റ്റ് 11 ഇറക്കി കളിച്ചു. സഞ്ജുവിനെ പരിസരത്തോട്ട് അടിപ്പിച്ചു. സഞ്ജുവിനെ തീർച്ചയായിട്ടും പ്രാക്ടീസ് മാച്ചസ്, സഞ്ജുവിനെ അവർക്ക് ഇപ്പം ഇത്രയും ഗതികെട്ട സ്ഥിതിക്ക് സഞ്ജുവിനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ, കാരണം അയാൾ നല്ല ഇതിൽ കളിച്ചിരുന്നു. നമീബിയക്കെതിരെ 8 പന്തേ കളിച്ചുള്ളൂ, 23 റൺസ് അടിച്ചു. അതുപോലെ അത് മൊത്തം ബൗണ്ടറി അടിച്ചത്. അപ്പം ഇത്രയും ഫ്ലോപ്പായ ഒരു ബാറ്റ്സ്മാനെ അവർക്ക് മാറ്റി. സഞ്ജു നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സഞ്ജുവിന് വേണ്ടി കളിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ ഈ സമൂഹത്തിനെ പറ്റി പറയുമ്പോൾ ആദ്യം നമ്മൾ നന്നാവണം, വീട് നന്നാവണം, പിന്നെ ടീം സമൂഹത്തെ നന്നാക്കണമെന്ന് പറയുന്ന പോലെ സഞ്ജു ആദ്യം കുറച്ച് സഞ്ജുവിന് വേണ്ടി കളിച്ചാൽ മാത്രമേ സഞ്ജുവിന് ടീമിന് വേണ്ടി പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വരുമ്പം തന്നെ സഞ്ജു ഈ ഫോമില്ലാത്ത അവസ്ഥയിൽ പോലും ടീമിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് മാരക അടികളിലേക്ക് പോവുകയാണ്. ഒരു 4 ഓവർ വരെ സഞ്ജു സ്ട്രൈക്ക് ചെയ്ത് സഞ്ജുവിന്റെ ഞാൻ അടിച്ചില്ല ഏതാണ്ട് കുറ്റമാണെന്നുള്ള രീതിയിലാണ് പുള്ളിക്ക്. ഇപ്പം അഭിഷേക് ശർമ്മയ്ക്ക് അടിക്കാനുള്ള ലൈസൻസ് കൊടുത്തിട്ട് അഭിഷേക് ശർമ്മ ഫസ്റ്റ് ബോൾ തൊട്ട് അടിക്കും. സഞ്ജു സാംസണും അങ്ങനെ തന്നെയാണ്. പക്ഷെ പുള്ളി എന്താ ചെയ്യേണ്ടത്, 2 ബാറ്റ്സ്മാൻമാർ ഇറങ്ങുമ്പോൾ ഒരു ബാറ്റ്സ്മാൻ അടിക്കുമ്പോൾ അടുത്ത ബാറ്റ്സ്മാൻ അവിടെ ആങ്കർ ചെയ്ത റോളിൽ കളിക്കുകയാണ് ചെയ്യേണ്ടത്. 2 പേരെയും കൂടെ അടിക്കേണ്ട ആവശ്യം നിലവിലില്ല. ഈ പവർ പ്ലേയിൽ അടിക്കുന്നത് ഓക്കെ, പക്ഷെ അപ്പോഴും നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ഈ ഒരാൾ പോയി കഴിഞ്ഞാൽ ചീട്ട് കൊട്ടാരം പോലെ. ഒരു കമന്റേറ്റർ പറഞ്ഞതാണ്, ഇപ്പൊ ഇഷാന്ത് കിഷൻ നല്ല ഫോമിലാണ്, നന്നായിട്ട് അടിച്ചു കളിക്കുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജു വേണം പോയിട്ട് ഇഷാന്ത് കിഷനോടൊപ്പം ബാറ്റ് ചെയ്യേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ അഭിഷേക് ശർമ്മയും രണ്ടുപേരും അടിച്ചു കളിക്കുന്നവരാകുമ്പം ഈ മാനദണ്ഡം പൊളിയുകയാണ്. സഞ്ജു പരാജയപ്പെട്ടത് നേരത്തെ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സഞ്ജുവിന് അടിച്ചു കളിക്കേണ്ട, ഫോമില്ലാതെ നിന്നപ്പോൾ സഞ്ജുവിന് അടിച്ചു കളിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. കാര്യം ഇഷാൻ കിഷൻ വന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഇഷാൻ കിഷൻ സ്റ്റഡിയായി, അല്ലെങ്കിൽ അടിച്ചു കളിക്കാൻ പറ്റുന്നു, ബാറ്റിൽ ബോൾ കൊള്ളുന്നു. അപ്പോൾ ഈ സമയത്ത് ഇന്നിങ്സ് മുന്നോട്ട് പോകേണ്ട തരത്തിലേക്ക് കളിക്കേണ്ടത് സഞ്ജു ആണെന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ കോച്ച് സഞ്ജുവിനെ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ സഞ്ജുവിനെ ബെഞ്ചിലിരുത്തി ഒക്കെ സഞ്ജുവിൻ്റെ കരിയർ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് പോകും. പക്ഷേ അപ്പോഴും സഞ്ജുവിന് തൊട്ടടുത്ത് IPL എന്ന് പറയുന്ന വലിയ സാധ്യത മുന്നിലുള്ളത് കൊണ്ട് സഞ്ജുവിനെ നമുക്ക് എഴുതി തള്ളാൻ പറ്റത്തില്ല. സഞ്ജു IPL ഫോമായ വീണ്ടും ഇവർക്ക് പരിഗണിക്കേണ്ടി വരും. അല്ല, ഇന്നലത്തെ കളിയിൽ ശരിക്കും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മികച്ച റെക്കോർഡുള്ള കളിക്കാരനാണ് സഞ്ജു സാംസൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്ലെയറെ ഇന്നലെ ബെഞ്ചിലിരുത്തിയത് ഒട്ടും ശരിയായില്ല. അതുപോലെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ 2024 വേൾഡ് കപ്പിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച ആൾ അക്സർ പട്ടേൽ, അയാൾ ഇന്നലെ ബെഞ്ചിലിരിക്കുകയാണ്. അതേപോലെ ഇത്രയും ബോളർമാർ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ശിവം ദൂബെ ഉണ്ട്, ഹാർദിക് പാണ്ഡ്യ ഉണ്ട്, പിന്നെ ബുംറ ഉണ്ട്, പിന്നെ മറ്റേ തിലക് വർമ്മയും അഭിഷേക് ശർമ്മയും വരെ വരുന്നുണ്ട്. 9 ബോളേഴ്സ് ഉണ്ട് ഇന്ത്യൻ ടീമിൽ. എന്തിനാണെന്ന് അറിയത്തില്ല. വിക്കറ്റ് കീപ്പർ സൂര്യകുമാർ യാദവേ ഉള്ളൂ ഇനി എറിയാൻ. കഴിഞ്ഞ ദിവസം റിങ്കു സിംഗ് ഒക്കെ എറിയുന്നേ ഉള്ളൂ. അതെ. അപ്പം ഞാൻ പറയുന്നത് ടീമിന്റെ ഒരു കോമ്പസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു 6 ബോളേഴ്സ് മതി. 2020 നമുക്ക് 6 ബോളേഴ്സ് മതി. നിലവിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്ക് വളരെ
പ്രശ്നമായിരിക്കും. കാരണം പ്രശ്നമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇനി കളിക്കാനുള്ള സിംബാബ്വേയും വെസ്റ്റ് ഇൻഡീസും ആണ്. നമ്മൾ സിംബാബ്വേയാണ് ഇത്തവണത്തെ ഏറ്റവും നല്ല ടീം. നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു ചരിത്രമൊക്കെ വെച്ച് വേണമെങ്കിൽ അവരെ തോപ്പിക്കാം. അത് നമുക്ക് പറയാവുന്നേ ഉള്ളൂ. അറിയാമല്ലോ, പണ്ട് മറ്റേ ഗ്രൂപ്പിലായിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. അല്ല, ഇത് വലിയ ഗ്രൂപ്പാണ്. കാരണം എന്താ അറിയോ, ഈ സിംബാബ്വെ ആണ് ഇതുവരെ കളിച്ചത്, ഞാൻ നോക്കിയിട്ട് ഏറ്റവും സമഗ്രമായ കളി കളിച്ചത് അവരാണ്. അവരെ കളി കണ്ടായിരുന്നു ഞാൻ. അവർ 2 കളി കണ്ടായിരുന്നു. ഓസ്ട്രേലിയ തോപ്പിച്ച കളിയും കണ്ടു, ശ്രീലങ്ക തോപ്പിച്ച കളിയും കണ്ടു. എന്ത് ഗംഭീരമായിട്ടാണ് അവർ ആ ക്യാപ്റ്റൻസിയിൽ ആ സിക്കന്ദർ റസായുടെ ഇതിൽ ഗംഭീരമായിട്ടാണ് മുന്നോട്ട് വന്നത്. നല്ല പ്ലേയേഴ്സ് ഉണ്ട്, നമുക്ക് ഇവരെ അറിയില്ലെന്നേ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വലിയ മാച്ച് കളിക്കുമ്പോൾ ഇന്ത്യയുടെ പേര് വെച്ചൊരു മുൻതൂക്കം കിട്ടും സിംബാബ്വേക്കെതിരെ തുടക്കത്തിൽ. പക്ഷെ അത് ഇല്ലാതാക്കി കളഞ്ഞാൽ പോയി. ഇതേ മുൻതൂക്കം നമുക്ക് വെസ്റ്റ് ഇൻഡീസിനെതിരെ ഉണ്ട്. അല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പാത്തും നിസംഗായെ പോലൊരു ബാറ്റ്സ്മാനും ശ്രീലങ്കയുടെ ടീമിൻ്റെ ഏറ്റവും ഫോമിൽ നിൽക്കുന്ന മുഴുവൻ ബാറ്റ്സ്മാൻമാരെല്ലാം ഫോമിലാണ്. അവരുടെ മണ്ണിലിട്ടാണ് അടിച്ച് തോപ്പിച്ച് കളഞ്ഞത്. ആര് അല്ല, അട്ടിമറിക്കാൻ സിംബാബ്വെ എന്നും അട്ടിമറിച്ചിട്ടുണ്ട്. അതെ, ഇത് അട്ടിമറി നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്താ അറിയോ, ആ ടീമിനെ നമുക്ക് അട്ടിമറിക്കുന്ന ടീമായിട്ട് കാണാൻ കഴിയില്ല. നമ്മളിപ്പം നിങ്ങൾ നോക്കിയോ, അവർ മിക്കവാറും സെമിഫൈനലിൽ എത്താനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ പുറത്തു പോകുന്നുള്ള ഒരു സംശയവും വേണ്ട. കാരണം ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയാം, ഇന്ത്യ മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. വെസ്റ്റ് ഇൻഡീസിനെ കാണാൻ തോപ്പിച്ചെങ്കിലായി. ഞാനിപ്പോഴും എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കോച്ചിന്റെ ഈഗോ മാറിയാൽ ഇന്ത്യ ഇനിയും ജയിക്കും എന്നുള്ളതാണ്. അല്ല, ഇനിയുള്ള 3 കളിയും ഗ്രൗണ്ടിൽ ക്യാപ്റ്റന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുക, ബോളേഴ്സിനെ തിരഞ്ഞെടുക്കാൻ ക്യാപ്റ്റന്റെ കളിയാക്കി ഇത് മാറ്റിയാൽ ഇനിയും ഇന്ത്യക്ക് ജയിക്കാൻ പറ്റും. ഇനി ഞാൻ പറയട്ടെ, ഇനി ഒരറ്റത്ത് സഞ്ജു കളിക്കട്ടെ, മറ്റേടത്ത് അവർ പിന്നെ ഇഷാൻ കിഷനെയും റിങ്കു സിംഗിനെയും അഭിഷേക് ശർമ്മയൊക്കെ മാറി റൊട്ടേറ്റ് ചെയ്ത് കളിപ്പിക്കട്ടെ. ഇഷാനും സഞ്ജുവും കൂടെ ഓപ്പൺ ചെയ്യുക. അല്ല, നമ്മളെ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ KL രാഹുലിനെ പോലെ ഒരു പ്ലെയർ ഇല്ലാത്തതാണ്. KL രാഹുലിനെ പോലെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്ക് മറ്റുള്ള പ്ലെയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്ത് കളിപ്പിക്കാനും പറ്റും, പുള്ളിക്കും കളിപ്പിക്കാൻ പറ്റും. അവിടെയാണ് ഈ ഫാൻസിന്റെ പ്രശ്നം. എന്താ, നമ്മുടെ ഫാൻസ്, ഇന്ത്യൻ ഫാൻസ് ഈ കയറുന്ന തൊട്ട് എല്ലാവരും അടിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ് ഇന്ത്യയുടെ ഫാൻസ്. അവിടെ നങ്കൂര വിട്ട് കളിക്കാൻ ശ്രമിച്ചാൽ KL രാഹുലിനെ തെറി വിളിക്കും ഉറപ്പായിട്ടും. ഇയാൾ തുഴയാൻ പോയില്ല, അങ്ങനെ പോയില്ല, ഇങ്ങനെ പോയില്ല എന്ന് പറഞ്ഞിട്ട് തെറി വിളിക്കും. അപ്പം ഈ കണക്കിന് നോക്കിയാൽ ഞാൻ ചോദിക്കട്ടെ, ശുഭമാൻ ഗില്ലായിരുന്നു ഒരു സ്ലോട്ടിൽ വേണ്ടിയിരുന്നത്. ഗില്ലിനും വലിയ സാധ്യതയായിരുന്നു. ഗില്ല് ഒരിടത്ത് വേണ്ടിയിരുന്നു. ഇപ്പം മനസ്സിലായി, ഞാൻ പറയാത്തത് പരിക്കൊണ്ടെന്നൊക്കെ പറയുന്നതുകൊണ്ടാണ്. അല്ല, ഗില്ലിനെ മാറ്റിയതാണ് ശരിക്കും, ഗില്ലിനെ ഒഴിവാക്കിയതാണ്. അത് ഒന്നാമത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞ ഫാൻസ് തന്നെയാണ് പ്രശ്നമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ T20 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ കാര്യം പരിങ്ങലിലാണ്. ദക്ഷിണാഫ്രിക്കയുമായിട്ട് ഉള്ള ഇന്നലത്തെ മത്സരത്തോടുകൂടി ഇന്ത്യയുടെ എല്ലാ ശക്തി ദൗർബല്യങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു. ഇനി വെസ്റ്റ് ഇൻഡീസിനോടും സിംബാബ്വേയോടും ഒക്കെ കളിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും സഞ്ജു സാംസൺ വരുന്ന മത്സരങ്ങളിലൊക്കെ കളിക്കാനുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.